ഹൃദയം അങ്ങ് പരിപൂർണമായും സോഫായി തെളിഞ്ഞ കൽബ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഹുനാലിക തസ്തഇനിസു ബികൽ വുഹൂഷ്, കാട്ടുമൃഗങ്ങൾ വന്യജീവികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും. വത്തുയൂറു മിൻ ഔകാരിഹാ, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, കാട്ടിലെ കൂടുകളിൽ നിന്ന് പക്ഷികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വനാന്തരങ്ങളിൽ ഒരുപാട് കഴിഞ്ഞപ്പോ ആനകളുമായി അതുപോലെ മറ്റു ജീവികളുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നത് കണ്ടവർ എഴുതി വെച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വർഗലോകത്തെ അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു പറഞ്ഞത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണത് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് ഉഇദ്ദത്തിൽ മുത്തഖീൻ. അപ്പോ ഹൃദയശുദ്ധീകരണം ഒരു വലിയ വിഷയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാകുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ സംസാരങ്ങൾ, അതിനു പുറമെ വയുസക്കീഹിം, ജനങ്ങളെ സംസ്കരിച്ചെടുക്കുക. അതേ മോശപ്പെട്ട സ്വഭാവങ്ങൾ, വൃത്തികേടുകൾ, മനസ്സിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വേണ്ടാവൃത്തികൾ, ചിന്തകൾ എല്ലാം മനസ്സ് പൊളിച്ച് എടുത്ത് പുറത്താക്കുന്ന പരിപാടിയാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അത് നേടിയവരാണ് സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും. തസ്കിയത്ത് കിട്ടിയവർ, തസ്കിയത്തുൻ നഫ്സ്, ശരീരത്തെ ശുദ്ധീകരിച്ചെടുക്കുക. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫത്ഹുൽ മുഈനിൽ സക്കാത്തിന്റെ ബാബില് സക്കാത്ത് എന്നതിന്റെ അർത്ഥം പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, ശുദ്ധീകരണം. അതന്നെ തസ്കിയത്ത്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വേണ്ടാവർത്തികളെ പുറത്തെടുത്ത് ഒഴിവാക്കുക. പരസ്യമായി നല്ല സ്വഭാവം കാണിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ചില തോന്നിവാസങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് കണ്ടുപിടിച്ച് പുറത്തെടുത്ത് ഹൃദയം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അതാണ് അമ്പിയാക്കൾ നിർവഹിച്ചത്, അതാണ് സ്വഹാബത്ത് നിർവഹിച്ചത്, അതാണ് ഇമാമിങ്ങളും മൗലിയാക്കളും ആരിഫീങ്ങളും നിർവഹിച്ചത്. ഹൃദയ ശുദ്ധീകരണം, ഹൃദയ ശുദ്ധീകരണമാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശരീരത്തിന്റെ ശുദ്ധി, വസ്ത്രത്തിന്റെ ശുദ്ധി, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ശുദ്ധി എല്ലാം പ്രധാനമാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായ സംഗതി നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. കാരണം ലോകരാജാവായ അള്ളാഹു നമുക്ക് മാർക്ക് തരുന്നത് ഹൃദയ ശുദ്ധിയെ പരിഗണിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് സ്നേഹത്തിന്റെ നോട്ടം തരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി പരിഗണിച്ചാണ്. ഹൃദയം ശുദ്ധിയില്ലാത്തവന്റെ കൽബിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ നോക്കൂല. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന വീട്, ആ വീട് ഖൽബുൽ മുഅ്മിനാണ്, മുഅ്മിനിന്റെ ഹൃദയമാണ്. അവിടെയാണ് റസൂലുള്ളാഹി വസിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ചീഫ് ഗസ്റ്റ് കയറി വരുമ്പോൾ നമ്മുടെ വീട് മലിനമായി കിടക്കാൻ പറ്റുമോ? വീടിന്റെ സിറ്റ് ഔട്ടും അതിഥിയായി വരുന്ന ചീഫ് ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലവും അദ്ദേഹം വാഹനം ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സ്ഥലം എല്ലാം നമ്മൾ വൃത്തിയായി അടിച്ചുമാരി കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു. കാരണം വരുന്നയാള് അതേ VIP ആണ്, ഉന്നതനായ വിരുന്നുകാരനാണ്. അതിനനുസരിച്ച് നമ്മൾ വഴിയൊക്കെ ശരിയാക്കുകയാണ്. വഴിയിലൊക്കെ കാർപ്പറ്റ് വിരിച്ചു. എന്തിന്? വിരുന്നുകാരനെ സന്തോഷിപ്പിക്കാൻ. എന്നാൽ ആലോചിച്ചു നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന
റബ്ബിന്റെ ഹബീബായ മുത്തുനബി അവിടുന്ന് വരാനും വന്ന് കേറാനുമുള്ള വീടാണ് നമ്മുടെ ഖൽബെന്ന് വരുമ്പോൾ ആ ഖൽബത്ര പരിശുദ്ധമാകണം. ആ ഖൽബിൽ നജസുണ്ടാകാൻ പാടില്ല. ഹൃദയമാകുന്ന വീട്ടിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതാകാൻ പാടില്ല. അവിടെ എപ്പോഴും വൃത്തിയുള്ളതാകണം. തങ്ങൾ വരുന്ന വഴിയൊക്കെയും മനോഹരമായിരിക്കണം. അതാണ് തസ്കിയത്ത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂഫിയാക്കളും മൗലിയാക്കളും ഏറ്റവും ശ്രദ്ധിച്ചത് അവരുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാനാണ്. നല്ല വസ്ത്രം ധരിച്ചില്ല പലപ്പോഴും അവർ. കാരണം നല്ല വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അഹങ്കാരം ഖൽബിലേക്ക് കയറി വരുമോ എന്ന് ഭയപ്പെട്ടു. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലേക്ക് വരാൻ പലപ്പോഴും പലരും തയ്യാറായില്ല. ജനങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിലേക്ക് പിശാച് വേണ്ടാത്ത ചിന്ത തരുമോ എന്ന പേടിയിൽ ആളുകളിൽ നിന്നൊഴിഞ്ഞു കഴിഞ്ഞു മഹാന്മാർ. കാരണം അവരുടെ ലക്ഷ്യം പ്രശസ്തി നേടിയെടുക്കലല്ല, ശരീരം തടികൂട്ടലല്ല, തടിപ്പിക്കലല്ല, ഭംഗിയാക്കലല്ല, ഖൽബ് മനോഹരമാക്കലാണ്, ഹൃദയം ശുദ്ധീകരിക്കലാണ്. അങ്ങനെ ഹൃദയത്തിന് പൂർണ്ണമായ ശുദ്ധി ലഭിച്ച ആളുകൾക്കാണ് സൂഫി എന്ന് പറയുന്നത്. സൂഫി 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 എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സൂഫി എന്ന് പറഞ്ഞാൽ? സൂഫിയാണ്, വലിയ സൂഫിയാണ്. എന്താ സ്വഫാ ലഭിച്ച ആളാണ് അവൻ. ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സൂഫി? അവിടെന്ന് പറഞ്ഞു, മൻ ലബിസ സൂഫ അല സ്വഫാ ثم سلك طريق المصطفى ثم جعل الدنيا خلف القفا. ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂഫി എന്ന് പറഞ്ഞാൽ ഹൃദയ ശുദ്ധീകരണം, ഹൃദയ ശുദ്ധിയോടുകൂടെ കരിമ്പടമെടുത്തവൻ. കരിമ്പടം ധരിച്ചു എന്ന് കരുതി സൂഫിയാകൂല. അഹങ്കാരത്തോടുകൂടെ കരിമ്പടം ധരിച്ചാൽ എങ്ങനെയാണ് സൂഫിയാവുക? സ്വഫ തെളിഞ്ഞു, സ്വാഫി വളരെ തെളിഞ്ഞത്. സ്വാഫി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല തെളിഞ്ഞ വെള്ളം, ശുദ്ധമായ വെള്ളം, അല്പം പോലും കലർപ്പില്ലാത്ത വെള്ളം. അതിനാണ് സ്വാഫി എന്ന് പറയുന്നത്. ആ സ്വാഫി പൂർണ്ണമായും അഴുക്കില്ലാത്ത, മാലിന്യമില്ലാത്ത, ഒരു കലർപ്പും ലവലേശമില്ലാത്ത ശുദ്ധിയുള്ള ഹൃദയം നേടിയെടുത്തവനാണ് സൂഫി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ആരാണ് സൂഫി എന്ന്. എപ്പോഴാണ് ഒരാൾ സൂഫിയാകുന്നത്? എങ്ങനെയാണ് ഒരാൾ സൂഫി എന്ന് പറയാൻ പറ്റുന്ന യോഗ്യതയിലേക്ക് എത്തിച്ചേരുന്നത്? അവിടുന്ന് പറഞ്ഞു, ലാ യഹ്സുലു ലിൽഅബ്ദി സ്വഫാഉസ് സദ്ർ. സ്വഫാഉസ് സദ്ർ, ഹൃദയ ശുദ്ധീകരണം, ഹൃദയം തെളിഞ്ഞു കിട്ടുക, അതാണ് സൂഫി. ഒരു മനുഷ്യന് സ്വഫാഉസ് സദ്ർ കിട്ടുകയില്ല حتى لا يبقى في قلبه شيء من الخبر لا لعدو ولا لصديق ولا لأحد من خلق الله عز وجل. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനോടും ഒരു മൃഗത്തോടും ഒരു സൃഷ്ടിയോടും നിന്റെ ശത്രുവിനോടും നിന്റെ മിത്രത്തോടും ആരോടും നിന്റെ മനസ്സിൽ വെറുപ്പില്ലാതിരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, സ്വഫാഉസ് സദ്ർ ലാ യബ്ഖാ ഫീ ഖൽബിഹി ശൈഉൻ മിനൽ ഖബർ ലാ ലിഅദുവിൻ വലാ ലിസദീഖിൻ. നമ്മോട് ശത്രുത പുലർത്തുന്ന ആളോടും നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല.
നമ്മുടെ വീട്ടിന് കല്ലെറിഞ്ഞ് ജനല് പൊട്ടിച്ചാള്, നമ്മളെ കാറിന്റെ കാറ്റൊഴിച്ചാള്, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയ ആള്, നമ്മുടെ മകളുടെ കല്യാണം മുടക്കിയ ആള്, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്ലക്സ് ബോർഡ് കീറിയെറിഞ്ഞ ആള്, ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ വീട്ടിലെ CCTV അടിച്ചു പൊട്ടിച്ച ആള്, എന്തോ ആകാം, ഏതൊക്കെ നിനക്ക് നിങ്ങളെ കഷ്ടപ്പെടുത്തിയോ ബുദ്ധിമുട്ടിച്ചോ, നിങ്ങളോട് ശത്രുത പരസ്യമായി പ്രഖ്യാപിച്ചോ പ്രകടിപ്പിച്ചോ, അവനോടും നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല. حتى لا يبقى في قلبه شيء من الخبث لا لعدو ولا لصديق. സ്നേഹിതന്മാരോട് തീരെ പാടില്ല, ഇഷ്ടക്കാരോട് തീരെ പാടില്ല, ഇങ്ങോട്ട് വെറുപ്പ് വെച്ച് നടക്കുന്നവനോടും അങ്ങോട്ട് വെറുപ്പുണ്ടാകാൻ പാടില്ല. വലാ ലിഅഹദിൻ മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല. അതുപോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനോടും ഒരു നിലക്കും നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടാകരുത്. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അവന് കിട്ടുന്ന പദവിയാണ് സഫാഉ സ്വദ്ർ. കേട്ടോ, സഫാഉ സ്വദ്ർ വെറുതെ കിട്ടൂല, വെറുതെ ഒരാൾ സൂഫിയാകൂല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അല്ലാഹു തആല സാധുക്കളായ നമ്മെ, നമ്മുടെ ഹൃദയം മഹാന്മാരെ കൊണ്ട് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ശൈഖ് അവറുകളെ കൊണ്ട് അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പടച്ചവനെ, അവിടത്തേക്കും അവിടുത്തെ അജ്ദാദിനും ശുയൂഖിനും അവിടുത്തെ മഹാന്മാരായ അസാതിദത്തിനും നൽകിയതുപോലെ നല്ല പൂർണ്ണമായ ശുദ്ധിയുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. സഫാഉ സ്വദ്ർ വേണം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മക്കളെ, ശത്രുവിനോടും മിത്രത്തോടും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സ് നിനക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ കഴിയും. ഇമാം അവറുകൾ പറഞ്ഞു, ഹുനാലിക, ആ ഒരു സ്റ്റേജിൽ നീ എത്തിയാൽ അവിടെ നിന്നങ്ങോട്ട് തസ്തഇനിസു ബികൽ വുഹൂശ്, കാട്ടിലുള്ള സിംഹങ്ങളും കരടിയും പുലിയും ആനയും എല്ലാം നിന്നോട് കൂട്ടുകൂടാൻ വരും കേട്ടോ. വന്യമൃഗങ്ങൾ, കാട്ടുജീവികൾ നിന്നോട് ഇങ്ങോട്ട് കൂട്ടുകൂടാനെത്തുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. താരീഖിൽ ചരിത്രം വായിച്ചപ്പോൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വനാന്തരങ്ങളിൽ ഒരുപാട് കഴിഞ്ഞപ്പോ ആനകളുമായി അതുപോലെ മറ്റു ജീവികളുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നത് കണ്ടവർ എഴുതി വെച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയാണ്, നിന്റെ മനസ്സങ്ങ് റെഡിയായാൽ ഹുനാലിക തസ്തഇനിസു ബികൽ വുഹൂശ്, നിനക്ക് ആനകളെ പേടിയുണ്ടാകൂല, നിനക്ക് പുലിയെ പേടിയുണ്ടാകൂല, നിന്നെ പേടിപ്പിക്കാൻ പുലി ശ്രദ്ധിക്കയൂല, പുലിക്ക് നിന്നെയും പേടിയില്ല, നിനക്ക് പുലിയെയും പേടിയില്ല, നിനക്ക് സിംഹത്തെ പേടിയില്ല, സിംഹത്തിന് നിന്നെയും പേടിയില്ല. ഈ ഒരു അവസ്ഥ മഹാന്മാരുടെ താരീഖിൽ നമ്മൾ ധാരാളം കാണുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രിയപ്പെട്ട മഹാനാണല്ലോ സഫീന റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് മഹാനവറുകൾക്ക് സഫീനത്ത് എന്ന് പേര് വന്നത്? ആ സ്വഹാബി മഹാനായ സ്വഹാബിയുടെ പേര് സഫീനല്ല. സഫീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ സഫീനത്ത് എന്ന് പറഞ്ഞാല്? കപ്പൽ എന്നല്ലേ. പിന്നെ എങ്ങനെയാണ് ആ പേര് വന്നത്? ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. ഒരു യാത്രക്കിറങ്ങും, ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയിറങ്ങിയപ്പോ ഒരുപാട് ആളുകളുടെ കയ്യിൽ യാത്രയിൽ കൊണ്ടുപോകാനുള്ള ലഗേജുകളുണ്ട്.
സുബ്ഹാനല്ലാഹ്. ഒരു വലിയ പുതപ്പ് വിരിച്ച് ഈ ഭാണ്ഡങ്ങളൊക്കെ പലതും ഒരുപാട് ആളുകളുടേത് അതിൽ വെച്ചു. ഇതാരെടുക്കും? സഫീന റളിയല്ലാഹു അൻഹു. ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ എടുക്കും, നീ സഫീനയാണ്. സഫീനത്ത് എന്ന കപ്പലല്ലേ, കപ്പലിൽ എത്ര ലഗേജ് പോവാ? മഹാനവറുകൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ താങ്ങാനാകാത്ത ഭാരമുള്ള ഭാണ്ഡം തലയിൽ വെച്ച് ഒരു പ്രയാസവുമില്ലാതെ ഞാൻ യാത്ര പൂർത്തിയാക്കി. അതാണ് സഫീന റളിയല്ലാഹു അൻഹു. ആ സഫീന റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ കാട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് മഹാനവറുകളെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് ഒരു സിംഹമായിരുന്നു. ആ സിംഹത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് സഫീന തങ്ങൾ നാട്ടിലെത്തിയതെന്ന് ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ബൈന ഔലിയാഇശ് ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്, അവർ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹൃദയം അങ്ങ് പരിപൂർണമായും സോഫായി തെളിഞ്ഞ കൽബ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഹുനാലിക തസ്തഗ്നിസു ബികൽ വുഹൂഷ്, കാട്ടുമൃഗങ്ങൾ വന്യജീവികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും. വത്തുയൂറു മിൻ ഔകാരിഹാ, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, കാട്ടിലെ കൂടുകളിൽ നിന്ന് പക്ഷികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും. പിന്നെയോ വയത്തളിഹു ലക സിർറൽ ഹാഇ വൽ മീം, പരിശുദ്ധ ഖുർആനിലെ ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹനീയ അക്ഷരങ്ങളുടെ രഹസ്യങ്ങളൊക്കെയും അല്ലാഹു നിന്റെ കൽബിലേക്ക് ഇറക്കി തരുന്ന വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചേരും. അതിനാവശ്യമുള്ളത് സഫാഉസ് സദറാണ്, ഹൃദയം നന്നാകലാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരങ്ങളെല്ലാം നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനുള്ളതാണ് കേട്ടോ. പരിശുദ്ധ നോമ്പ് ഹൃദയ ശുദ്ധീകരണത്തിനുള്ളതാണ് കേട്ടോ. കാരണം എല്ലാം പടച്ചവൻ പരിചയപ്പെടുത്തുമ്പോ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാകാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ എല്ലാ ഇടങ്ങളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എല്ലാത്തിന്റെയും ലക്ഷ്യം ഹൃദയ ശുദ്ധീകരണമാണ്. നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും എല്ലാത്തിന്റെയും സ്വർഗലോകത്തെ അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു പറഞ്ഞത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് അത് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് ഉഇദ്ദത്തിൽ മുത്തഖീൻ. അപ്പോ ഹൃദയ ശുദ്ധീകരണം ഒരു വലിയ വിഷയമാണ്.